പിന്നെന്താ നമ്മുടെ ആയിട്ട് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇന്ന് ബ്രെഡ് ആൻഡ് പൊട്ടറ്റോ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അടിപൊളി. ഇത് നമ്മുടെ ടൈറ്റൻ കുട്ടൻ, നമ്മുടെ ടൈറ്റൻ കുട്ടൻ. ഹൈ പറ. ഹൈ 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 ഹായ്. അപ്പൊ നമുക്ക് അത് ഉണ്ടാക്കാം ഗൈസ്. വരും. അപ്പൊ ഗൈസ്, നമുക്ക് ഇന്ന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലിയില, ഉരുളക്കിഴങ്ങ്, സവോള, കുറച്ച് പച്ചമുളക്, പച്ചക്കുരുമുളക് പൊടിച്ചത്, ചിക്കൻ മസാല, ബ്രെഡ്, ഇത്ര നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ ഗൈസ്, നമ്മള് കിഴങ്ങ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് കുക്കറിലിട്ട് 2 വിസിലടുപ്പിച്ചെടുക്കാൻ പോവാം. അപ്പൊ ഗൈസ്, നമ്മൾ ഇപ്പോ ബ്രെഡിന്റെ സൈഡുകൾ പൊടിച്ചെടുക്കാൻ പോവുകയാണ്. ഇട്ടടും ഫെയിലാക്കുവാണ്. അപ്പോൾ ഗൈസ്, നമ്മളിത് നല്ലപോലെ പൊടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിത് ലാസ്റ്റ് നമുക്ക് പൊരിക്കാനായിട്ടാണ് ഇത് എടുക്കുന്നത്. അല്ലിടും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ വെന്തിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് പൊടി സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്രെഡ് കുഴച്ച് വെച്ചിരിക്കുന്നത് അതും സെറ്റായി. പിന്നെ നമ്മുടെ ആവശ്യമുള്ള വെജിറ്റബിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സെറ്റാണ്. മുട്ട, അങ്ങനെ നമ്മൾ കുറച്ച് മസാലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം സെറ്റായിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ കിഴങ്ങ് പൊളിക്കുന്നു. ഇത് പുഴുങ്ങിയെടുത്തായിരുന്നു എളുപ്പത്തിന് പൊളിച്ചിട്ടുണ്ട് ഗൈസ്. അല്ല കുഞ്ചി. അപ്പോൾ ഗൈസ്, നമ്മുടെ ഉരുളക്കിഴങ്ങ് എൻ്റെ തോല് പൊളിച്ചു കഴിഞ്ഞു. നമ്മൾ പിന്നെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രെഡും കിഴങ്ങും കൂടിയാണ് കുഴക്കുന്നത്. എന്നാലാണ് പൊടി ചൂടുണ്ട്. അത് കുഞ്ഞിക്ക് സീനില്ല അല്ലേ? കുഞ്ചി തീരില്ല. കണ്ണൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ കുഴച്ച് ഒരു പകുതി എത്തിയിട്ടുണ്ട്. നമ്മുടെ വെട്ടത്തിന് കുറച്ച് സീനാണ്. വെട്ടമില്ലട്ടോ ഗൈസ്, നമ്മൾ മൊബൈലിൽ വെട്ടം തെളിക്കും. അപ്പോൾ ഗൈസ്, വെട്ടം എടുക്കുന്നുണ്ട്. കുഞ്ഞേച്ചി നല്ലപോലെ ഇളക്കുക കേട്ടോ. കുഞ്ഞേച്ചി എങ്ങനെയുണ്ട്? നല്ല ചൂടുണ്ടോ? ഇല്ല. അങ്ങനെ ചൂട് പോയി. കഴിച്ച് ചൂട് പോയി. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ ആദ്യം മുളകിട്ടു. പിന്നെ അവിടെ മല്ലിയില, ഇനി നമ്മൾ ഉള്ളി അരിഞ്ഞത്, കുഞ്ഞുകുഞ്ഞ അരിഞ്ഞത്, സവോള ഇതിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി ഇടാൻ വേണ്ടിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ചിട്ടാൽ മതി. അപ്പോൾ ഗൈസ്, നമ്മൾ ഉപ്പ് ഇടുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ്, ഗൈസ്, നമ്മൾ ചിക്കൻ മസാല ഇനി നമ്മുടെ കുരുമുളക് പൊടി. ഇനി ഇത് നല്ലപോലെ ഇളക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇളക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉപ്പില്ലാത്തതുകൊണ്ട് കുറച്ചും കൂടി ഇളക്കി നല്ലപോലെ ആവും. അപ്പോൾ ഗൈസ്, നമ്മൾ കട്ട്ലേറ്റിന് വേണ്ടി ആ ഉണ്ട ഉണ്ടാക്കണം. നല്ല ഇതാണ് നമ്മുടെ മുട്ട, നമ്മുടെ ബ്രെഡ് പൊടി. ഇത് എന്നിട്ട് നമ്മളിന്ന് ഉണ്ടാക്കി അങ്ങോട്ട് വിടും കട്ട്ലേറ്റിലേക്ക്. ഇപ്പോൾ നമ്മുടെ ചിപ്പി കുറച്ച് കൊണ്ടേക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞേച്ചി ഇത് നമ്മുടെ ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കി തന്നിട്ട് ഏകദേശമൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അവിടെ വെച്ചോ.
നമ്മൾ 2 എണ്ണം ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തതും കൂടി ഇപ്പം തന്നെ വരും. അപ്പോൾ ഗായ്സ് നമ്മളിവിടെ ചട്ടി അടുപ്പിലേക്ക് വെച്ചു. നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചു. ഇനി അത് വറുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇടാം. അപ്പോൾ ഗായ്സ് നമ്മളിവിടെ ആദ്യത്തെ കട്ട്ലേറ്റ് ഇടാൻ പോകണം കേട്ടോ. ഇട്ടിട്ടുണ്ട്, സെക്കൻഡ് ഇട്ടിട്ടുണ്ട്. ഗ്യാസ് അല്ല ഇടാറുണ്ട് കേട്ടോ. ഇപ്പൊ ഗായ്സ് നമ്മൾ തിരിച്ചിടാൻ നോക്കണം. അത് കുഞ്ചി നടക്കുന്നില്ല. അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഗൈസേ നമ്മൾ മറിച്ചിട്ടു. എടുവിനെ ചോപ്പ് സ്റ്റിക്കും കൊണ്ടാണ് മറിച്ചിട്ടത്. ഗൈസ് നമ്മുടെ സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അവിടെ നമ്മുടെ വെന്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മുടെ റെഡിയായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ റെഡിയായി വരുന്നു ഗൈസ്. ഒരു കഴിക്കണം നമുക്ക്. അപ്പോൾ ഇത് റെഡിയായി വരുന്നു. അപ്പോൾ ഗായ്സ് നമ്മളിവിടെ കുറേ നേരത്തെ പ്രയത്നത്തിന് ശേഷം നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കി. അതന്നെ ബ്രെഡ് കട്ട്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ് നമ്മൾ വാഴയില വെട്ടാൻ പോവുകയാണ്. നമ്മളിങ്ങനെ വഴിക്കൂടെ ഇങ്ങനെ പോയി അതിൻ്റെ പൊന്നിരിക്കുന്നു. പോകുന്നു ഗായ്സ്. ഇത് നമ്മളുടെ ചെറിയ തോടാക്കാം. എന്നു കാണിക്കണേ. ചിപ്പിനെ വിളിച്ചിട്ടുണ്ടോ? ചിപ്പിനെ വിളിച്ചിട്ടുണ്ടോ? നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ മൂവിയാണ്. ടേസ്റ്റ് ചെയ്താക്കാം. അപ്പം ഗൈസേ ഞാൻ തീറ്റ എല്ലാവരും നല്ലപോലെ കഴിക്കുന്നു. അടുത്ത പ്രാവശ്യം വീഡിയോ പറഞ്ഞാട്ടോ. 3 പ്രാവശ്യം പറ്റുമോ? നടന്നു പറഞ്ഞോണ്ടാ. ടൈറ്റിൽ നോക്കണ്ടേ? നല്ലൊരു വീഡിയോ ആണ് എൻ്റെ മനസ്സിൽ. ഇതുണ്ട് ഗൈസ്, നല്ല സൂപ്പറായിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ എടുത്തിട്ട് ഒരു കടി ഉണ്ട്. അല്ലേട് നമ്മുടെ പോണ്ടുണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതല്ലേ പ്രശ്നമായി പോയാ ഗൈസ്. അല്ലെങ്കിൽ നമുക്ക് ഒരു വീഡിയോ കൂടെ ഉണ്ടാകണ്ടായിരുന്നുണ്ടോ? അപ്പൊ ഗൈസ് നമ്മുടെ പാത്രം മൊത്തം ക്ലീൻ ആയി. നമ്മുടെ ആകെ ഏൽപ്പിക്കുന്നത് സോസ്.
ടേസ്റ്റിന് എന്നാ കുഴപ്പമൊന്നും പറഞ്ഞില്ല. അപ്പൊ ഗായ്സ് നമ്മുടെ വീഡിയോ ഇതാ ഇവിടെ വൈൻഡപ്പ് ആവാൻ പോവാണ്. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 1K സബ്സ്ക്രൈബേഴ്സ് ആണ്, തുടക്കമാണ് ഗൈസ്. അപ്പോൾ ഇന്ന് പറയാൻ വിട്ടുപോയ കാര്യം, എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഞങ്ങൾ നേരുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് നേരുന്നു. യെസ്. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും വേണം. നമ്മുടെ ടാർഗറ്റ് 1K സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. ബൈ ബൈ.